പുതുപ്പള്ളിയിൽ ഇപ്പോൾ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് വടകരയിലെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ എത്തിയിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പ്രാർത്ഥിച്ച ശേഷമായിരിക്കും വടകരയിൽ പ്രചാരണത്തിന് തുടക്കമിടുക എന്ന് ഷാഫി പറമ്പിൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കര സിറ്റിംഗ് എംപിയും ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പ്രാർത്ഥിച്ച ശേഷമാണ് പ്രചാരണത്തിന് പോയത്. ഉമ്മൻചാണ്ടി ഇല്ലാത്ത ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ഷാഫി പറമ്പിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ ഉമ്മൻചാണ്ടിയുമായി ഏറെ അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന ഷാഫി പറമ്പിൽ വടകരയിലേക്ക് സ്ഥാനാർത്ഥിത്വം കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത്. കെ മുരളീധരൻ തൃശൂരിലേക്ക് പോകുമ്പോൾ വടകരയിലേക്ക് ഷാഫി പറമ്പിലിനെ പാർട്ടി നിയോഗിക്കുകയായിരുന്നു. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് ഷാഫി പറമ്പിൽ MLA എത്തിയിരിക്കുകയാണ്. പ്രശാന്ത് തോട്ടുങ്കൽ നമുക്കൊപ്പമുണ്ട്. പ്രശാന്ത് തോട്ടുങ്കൽ, ഷാഫി പറമ്പിൽ ഉമ്മൻചാണ്ടിയുടെ വിയോഗവേളയിൽ നമ്മൾ കണ്ടതാണ്. വിതുമ്പിക്കൊണ്ട് മൃതദേഹത്തിനൊപ്പം തിരുവനന്തപുരം മുതൽ പുതുപ്പള്ളി വരെയുള്ള വാഹനത്തിൽ ഉണ്ടായിരുന്നു ഷാഫി. അത്രയേറെ അടുപ്പമുള്ള നേതാവാണ്. അനുമതി ചോദിക്കുകയാണ് മത്സരിക്കുന്നതിനായി എന്ന് വേണം മനസ്സിലാക്കാൻ. അതുപോലെയുള്ള ഒരു വികാരനിർഭരമായ നിമിഷം തന്നെയാണ് നമ്മൾ അവിടെ കാണുന്നത്. ഉമ്മൻചാണ്ടി ഇല്ലാത്ത ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉമ്മൻചാണ്ടിയുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് തുടങ്ങാൻ പോകുന്ന ഷാഫി പറമ്പിൽ, അങ്ങനെയല്ലേ? സുജയ, ഷാഫി പറമ്പിൽ അല്പസമയം മുമ്പാണ് ഇവിടെ കല്ലറയ്ക്ക് എത്തിയത്. ഇവിടെ മെഴുകുതിരിയിൽ കത്തിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം കല്ലറയെ വലം വെച്ച ശേഷമാണ് പിന്നീട് പ്രചരണമായിട്ടുള്ള ഘട്ടങ്ങളിലേക്ക് കടക്കുക. എന്തായാലും സ്ഥാനാർത്ഥിയായ ഒരു ഘട്ടത്തിൽ തന്നെ കൈപിടിച്ചുയർത്തിയ നേതാവ് എന്ന നിലയിൽ തന്നെ ഉമ്മൻചാണ്ടിയുടെ അനുഗ്രഹം വാങ്ങുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇവിടെ കല്ലറയിൽ എത്തിയിരിക്കുന്നത്. രാവിലെ UDF മറ്റ് സ്ഥാനാർത്ഥികളടക്കം എത്തിയിരുന്നു. കൊടിക്കുന്നിൽ സുരേഷും ആന്റോ ആന്റണി അടക്കമുള്ള സ്ഥാനാർത്ഥികൾ എത്തിയിരുന്നു. അങ്ങനെ ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ അസാന്നിധ്യത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അസാന്നിധ്യത്തിലും അദ്ദേഹത്തിൻ്റെ സ്മരണകൾ തങ്ങളുടെ ഒരു പോരാട്ടത്തിന് വർദ്ധിതമായിട്ടുള്ള വീര്യം പകരും എന്നുള്ള ഒരു വിശ്വാസം, ആ ഒരു ഇത് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇവിടേക്ക് എത്തിച്ചേരുന്നത്, പുതുപ്പള്ളിയിലേക്ക് എത്തിച്ചേരുന്നത്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കല്ലറയ്ക്ക് സമയം പ്രാർത്ഥന യോടുകൂടി തന്നെ ഷാഫി നിൽക്കുകയാണ്. ഇതിനുശേഷം മാധ്യമങ്ങളെ കാണും. മാധ്യമങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിക്കും. എന്തായാലും ഇവിടെ നിന്നും ഇനി ഷാഫി പോകുന്നത് പ്രചരണ രംഗത്തേക്കാണ്. അങ്ങനെ പ്രചരണത്തിന് ഔദ്യോഗികമായ ഒരു തുടക്കം കുറിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഒരു കരുത്തനായ നേതാവ്, കോൺഗ്രസിന് എപ്പോഴും ഒപ്പം ജനകീയനായ നേതാവ് എന്ന നിലയിൽ ഉമ്മൻചാണ്ടിയുടെ സ്മരണകൾ അവർക്ക് കരുത്താകും. ആ കരുത്ത് അത് പകർന്നുകൊണ്ട് തന്നെയാണ് മണ്ഡലത്തിലേക്ക് അദ്ദേഹം മടങ്ങുന്നത്, വോട്ടർമാർക്കിടയിലേക്ക് അദ്ദേഹം മടങ്ങുന്നത്. ഇപ്പോൾ കല്ലറയെ വലം വെച്ച ശേഷം ഷാഫി ഇപ്പോൾ കല്ലറയെ വലം വെക്കുകയാണ്. എന്തായാലും ഇതിനുശേഷം മാധ്യമങ്ങളെ കാണും എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും തന്നെ കൈപിടിച്ച് ഉയർത്തിയിട്ടുള്ള, അല്ലെങ്കിൽ തൻ്റെ രാഷ്ട്രീയ വളർച്ചയിൽ എക്കാലവും തന്നോടൊപ്പം നിന്നിട്ടുള്ള ഒരു നേതാവ്, ആ നേതാവിൻ്റെ സ്മരണകൾ കൊണ്ട് തന്നെ പ്രചരണ രംഗത്തേക്ക് കടക്കുവാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് പുതുപ്പള്ളിയിലെ കല്ലറയിൽ എത്തിയിരിക്കുന്നതും ഇവിടെ ഏതായാലും ഇവിടെ പ്രാർത്ഥിക്കുന്നതും. ഒപ്പം ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ നേതാക്കൾ അടക്കമുള്ളവരുണ്ട്. ഒപ്പം കോൺഗ്രസിൻ്റെ ഈ മേഖലയിലെ കോട്ടയം ജില്ലയിലെ തന്നെ സമർത്ഥരായ നേതാക്കൾ എല്ലാവരും തന്നെ ഷാഫിക്ക് ഒപ്പമുണ്ട്. ഇപ്പോൾ ഇതിനുശേഷം മാധ്യമങ്ങളെ എന്തായാലും ഷാഫി കാണും എന്നുള്ളതാണ്. ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് ശേഷം ഷാഫി പറമ്പിൽ ഇപ്പോൾ മാധ്യമങ്ങളെ കാണും. എന്തായാലും മാധ്യമങ്ങൾക്ക് അടുത്തേക്ക് വരികയാണ്. ഇപ്പോൾ തന്നെ ഷാഫി സംസാരിക്കാൻ എന്തായാലും പ്രവർത്തകരുമായി ചില കാര്യങ്ങൾ ആശയവിനിമയം നടത്തുകയാണ്. അതിനുശേഷം ഷാഫി ഇപ്പോൾ മാധ്യമങ്ങളെ കാണും. പ്രശാന്ത്, ചാണ്ടിയുമ്മൻ പുതുപ്പള്ളിയിലുണ്ടോ അതോ തിരുവനന്തപുരത്താണോ? ഷാഫി പറമ്പിൽ മത്സരിക്കാനായി ഒരുങ്ങുമ്പോൾ അതും ലോക്സഭയിലേക്ക് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞൊരു മണ്ഡലത്തിലേക്കാണ് പാർട്ടി ഷാഫിയെ നിയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഷാഫിയുടെ സുഹൃത്തുക്കൾ, കോൺഗ്രസിലെ തന്നെ യുവ നേതാക്കൾ, അവരൊക്കെ ഒപ്പം പ്രചാരണത്തിന് ഇറങ്ങുകയാണോ? എന്തൊക്കെയാണ് ഷാഫിയുടെ പദ്ധതികൾ? എങ്ങനെയാണ് വടകര നിലനിർത്താനായിട്ടുള്ള കരുനീക്കങ്ങൾ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഷാഫിയോട് ചോദിക്കാമെന്ന് തോന്നുന്നു. ഷാഫി പറമ്പിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിലെ കല്ലറയിലേക്ക് എത്തി. അവിടെ മെഴുകുതിരി കത്തിച്ചു വെച്ച് ഉമ്മൻചാണ്ടിയുടെ അനുഗ്രഹാശിസുകളോടെ വടകരയിലേക്ക് ഇറങ്ങുകയാണ്. വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി കോൺഗ്രസ് ഫീൽഡ് ചെയ്തിരിക്കുന്നത് ഷാഫി പറമ്പിലിനെയാണ്. പാലക്കാട് MLA ഷാഫി പറമ്പിലിനെ വടകരയിലേക്ക് കോൺഗ്രസ് നിയോഗിച്ചിരിക്കുന്നു. വടകരയിലെ സിറ്റിംഗ് MP കെ മുരളീധരനെ തൃശ്ശൂരിലേക്കും. അങ്ങനെ ഒരു സർപ്രൈസാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ കാത്തുവച്ചിരുന്നത്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഒപ്പമുണ്ടായിരുന്ന ഷാഫി പറമ്പിൽ, ഉമ്മൻചാണ്ടിക്കൊപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹാശിസുകളോടെ പാർട്ടി പദവികളിലേക്ക് വരുമ്പോഴായാലും എല്ലാം അങ്ങനെ മാത്രം മുന്നോട്ട് പോയിരുന്ന ഷാഫി ഇപ്പോൾ വടകരയിലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന വേളയിലും പുതുപ്പള്ളിയിലേക്ക് എത്തുന്നു. പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ മെഴുകുതിരി കത്തിച്ചു വെച്ച് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തേടിക്കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക്, പോരാട്ടത്തിലേക്ക് ഇറങ്ങുകയാണ്. TP പ്രശാന്ത് നമുക്കൊപ്പമുണ്ട്. അല്പസമയത്തിനകം തന്നെ ഷാഫി പറമ്പിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കും എന്നാണ് കരുതുന്നത്. നേതാക്കളുടെ ഒരു തിക്കും തിരക്കുമൊക്കെ നമുക്ക് പുതുപ്പള്ളിയിൽ കാണാം.
പുതുപ്പള്ളിയിലെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തന്നെ അവിടെയുണ്ട്. ഷാഫി പറമ്പിൽ വടകരയിലേക്ക് പോകുന്നു. വടകര അംഗം, ആ അംഗത്തിൽ വടകര നിലനിർത്തിയേ പറ്റൂ ഷാഫിക്ക്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ, പിന്നീട് കെ മുരളീധരൻ ഇവരൊക്കെ പിടിച്ചു വെച്ചിരിക്കുന്ന ആ ഇടതുകോട്ട അതേപടി തന്നെ കോൺഗ്രസിനൊപ്പം നിലനിർത്തുകയെന്ന വെല്ലുവിളിയാണ് ഷാഫിക്ക് മുന്നിലുള്ളത്. ഷാഫി പറമ്പിൽ പുതുപ്പള്ളിയിൽ നിന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. വടകരയിലേക്ക് ഇറങ്ങുന്നു ഷാഫി. അതിനു മുൻപ് പുതുപ്പള്ളിയിൽ നിന്ന് തത്സമയം.